റിഫായി ഷെയ്ഖിൻ്റെ ആത്മീയോപദേശ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ, അവരിൽ കേൾവി ശക്തിയില്ലാത്ത ആളുകളുണ്ടായിരുന്നു. പക്ഷേ റിഫായി ഷെയ്ഖിൻ്റെ ക്ലാസ്സുകൾ അവർക്ക് കേൾക്കാൻ കഴിയുമെന്നൊരു അത്ഭുത സിദ്ധി കൂടെ ഈ ക്ലാസ്സുകൾക്കുണ്ടായിരുന്നു. ബഗ്ദാദ് നഗരത്തിൽ നിന്ന് ഏകദേശം 350ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണം ദിഹാറിലെ റിഫായിയ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക്. ഇറാഖിലെ ഫലഭൂയിഷ്ടമായ മണ്ണുകളും കൃഷിയിടങ്ങളും കൃഷിത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരണ്ട മരുഭൂമിയിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. യാത്രയിൽ ആവശ്യമായ ഭക്ഷണങ്ങളും വെള്ളവുമൊക്കെ നാം മുൻകൂട്ടി കരുതേണ്ടതുണ്ട്. തൊട്ടു മുന്നിലെ വാഹനങ്ങൾ കാണാൻ കഴിയാത്ത രൂപത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ്, വന്യമൃഗങ്ങൾ, ഇവയൊക്കെ ചില സമയങ്ങളിൽ മരുഭൂമിയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളാണ് ഈ ഒരു യാത്രയിൽ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നമ്മൾ യാത്ര ചെയ്താലും മരുഭൂമിയിലെ മാർഗദർശിയെ പോലെ തല ഉയർത്തി നിൽക്കുന്ന റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയുടെ ആ ഒരു കുബ്ബ ഏതൊരു വിശ്വാസിയെയും ആത്മനിർവൃതിയിലാക്കും. 2-3 കടകൾ മാത്രമുള്ളൊരു കൊച്ചു ഗ്രാമമാണ് ഈ റിഫായിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഹിജ്റ 500-ൽ ഇറാഖിലെ ഉമ്മു ഉബൈദയിലാണ് റിഫായി ഷെയ്ഖ് ജനിക്കുന്നത്. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നെങ്കിലും തസവുഫിലൂടെയാണ് റിഫായി ഷെയ്ഖിനെ ലോകമറിഞ്ഞത്. അന്ധന്മാരുടെ കൈ പിടിച്ച് വഴി നടത്തി കൊടുക്കുക, വിറക് ശേഖരിച്ച് വൃദ്ധന്മാർക്കും ദരിദ്രർക്കും എത്തിച്ചു കൊടുക്കുക, എത്ര ദൂരെയുള്ള രോഗികളാണെങ്കിലും അവരെ സന്ദർശിക്കുക. രോഗസന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും 2 ദിവസങ്ങളൊക്കെ കഴിയാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഇങ്ങനെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിച്ച വലിയൊരു മനുഷ്യൻ കൂടിയാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. ജീലാനി ഷെയ്ഖും റിഫായി ഷെയ്ഖും തമ്മിൽ വലിയ ആത്മബന്ധമുള്ള ആളുകളായിരുന്നു. ജീലാനി ഷെയ്ഖിൻ്റെ വഫാത്തിൻ്റെ 17 വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 578 ജമാദുൽ ഊല 12-നാണ് റിഫായി ഷെയ്ഖിൻ്റെ വിയോഗം. ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്നതാണ് ഇറാഖ് യാത്രയിൽ റിഫായി ഷെയ്ഖിൻ്റെ ദർഗ സന്ദർശിക്കാൻ കഴിയുമോ എന്ന്. ബസ്രയിലേക്കുള്ള വഴിമധ്യയാണ് ഈ മനോഹരമായ ഗ്രാമവും ഈ ദർഗയുമുള്ളത്. ഇറാഖ് യാത്രയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.